ഹലോ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 95% ആളുകളും പറയുന്നത് നമ്മുടെ കുട്ടിക്കാലമായിരിക്കും അല്ലേ. ആ ഒരു സമയത്ത് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഒന്ന് പെട്ടെന്ന് വലുതാകുമായിരുന്നെങ്കിൽ നമുക്ക് നല്ല ജോലി കിട്ടിയേനെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകാമായിരുന്നു, പഠിക്കണ്ടായിരുന്നു, കോളേജിൽ പോകാമായിരുന്നു, അങ്ങനെയൊക്കെ അല്ലേ. ഞങ്ങളൊക്കെ ഈ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ കോളേജിൽ പോകുന്ന ചേട്ടന്മാരും ചേച്ചിമാരെയൊക്കെ കാണുമ്പോഴേ ഭയങ്കര വലിയ ആരാധനയോടെ നോക്കുമായിരുന്നു. അവരുടെ കയ്യിൽ ഒരു ബുക്കോ രണ്ട് ബുക്കോ ഒക്കെ കാണത്തുള്ളൂ. നമ്മൾ വേണ്ട വലിയ 5 കിലോയുടെയും 10 കിലോയുടെയും ഒക്കെ ബാഗൊക്കെ ചുമന്ന് പോകുമ്പോഴേ അവർ നല്ല സ്റ്റൈലിൽ കളർ ഡ്രസ്സൊക്കെ ഇട്ട്, അന്നൊക്കെ പ്രീ ഡിഗ്രി അല്ലേ, +2 ഇല്ലല്ലോ, അപ്പോൾ ഈ പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന ചേട്ടന്മാരെയും ചേച്ചിമാരെയൊക്കെ കാണുമ്പം ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും, അയ്യോ എന്നായിരിക്കും നമ്മളിനി അത്രയൊന്ന് വലുതാവുന്നത്, ഈ സ്കൂളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴാണോ കോളേജിലൊക്കെ ഒന്ന് പഠിക്കാൻ പറ്റുന്നതെന്നൊക്കെ. പക്ഷേ ഇപ്പം നമ്മൾ തിരിഞ്ഞ് നോക്കി കഴിയുമ്പോഴത്തേന് എന്തൊരു രസമുള്ളൊരു സമയമായിരുന്നല്ലേ. ഒരുപാട് നല്ല നല്ല കൂട്ടുകാർ, നല്ല സമാധാനമുള്ള ഒരു സമയം. പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. സ്കൂളിൽ പോവുക, ഹോംവർക്ക് ചെയ്യുക, സമയങ്ങളിൽ ഫുഡ്, വളരെ സുഖം, സന്തോഷം അല്ലേ. പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അയ്യോ എത്രയും പെട്ടെന്ന് ഈ ഒരു സമയം ഒന്ന് കഴിഞ്ഞു പോയാൽ മതിയായിരുന്നു. ഇപ്പം നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു കാലത്തൊക്കെ നമ്മളിങ്ങനെ ആ ഒരു സമയത്തിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ്സിനെ നമ്മൾ എൻജോയ് ചെയ്യാതെ ഇങ്ങനത്തെ അയ്യോ ഇതെന്ന് തീരും എന്ന് ഓർത്തുകൊണ്ട് നമ്മളങ്ങ് കഴിച്ചു വിട്ടതുപോലെ ഒരു തോന്നലായി ഇപ്പോഴല്ലേ. എനിക്കിഷ്ടമാട്ടെ കുഞ്ഞിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കാനും അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനെയും അന്നേരത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിക്കളക്ട് ചെയ്തെടുക്കാനൊക്കെ. ഇപ്പം മെമ്മറിയൊക്കെ ഭയങ്കര പുവറാണ്, എന്നാലും പക്ഷേ എനിക്കിഷ്ടമാണ് അങ്ങനെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിങ്ങനെ ആ ഒരു കുഞ്ഞുനാളിലെ കാലഘട്ടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴേ ഏറ്റവും ഇഷ്ടവും ഏറ്റവും ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സുഖമുള്ളൊരു കാര്യമാണ് അന്നത്തെ കാലത്തെ കൂട്ടുകാർ. ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള, ഭയങ്കര സിൻസിയറായിട്ടുള്ള നല്ല ഫ്രണ്ട്സ്, നല്ല കുഞ്ഞു കൂട്ടുകാർ ആ ഒരു സമയത്തല്ലേ. ഇന്ന് ചിലപ്പോൾ വഴക്കുണ്ടാക്കിയ നാളെ നമ്മൾ ഓർക്കത്ത് പോലുമില്ല. വലിയ വലിയ കഥകളുള്ള പ്രശ്നങ്ങളൊന്നും അല്ലായിരുന്നു. അങ്ങനെ നമ്മൾക്ക് ഏകദേശം ഒരു ഹൈസ്കൂൾ വരെയൊക്കെ അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പായിരിക്കും. പിന്നെ ഹൈസ്കൂളിലോട്ടൊക്കെ കയറി കഴിയുമ്പോഴത്തേനും കുറച്ചും കൂടെ ഒരു മച്വേർഡ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ്. എന്നാലും നമുക്കിപ്പോഴും ഓർക്കുമ്പം അതിനകത്ത് നമുക്ക് എന്താ പറയണ്ടേ, അന്ന് നമുക്ക് ചിലപ്പം ചില വിഷമങ്ങളൊക്കെ ഉണ്ടാക്കിയ ഫ്രണ്ട്സൊക്കെ കാണുമായിരിക്കും. പക്ഷേ ഇപ്പം നമുക്കൊക്കെ വളരെ കുഞ്ഞു കാര്യമായിട്ടായിരിക്കും തോന്നുന്നത് അല്ലേ. നമ്മുടെ പ്രായം കൂടുന്തോറും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഫ്രണ്ട്ഷിപ്പിന് പല 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 മുഖങ്ങളായിരിക്കും അല്ലേ. ചിലപ്പം നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിലും നമ്മുടെ കൂടെ കൂടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നമ്മൾ വിട്ടുപോകുന്നവരായിരിക്കാം. അങ്ങനെ എന്താ പറയണ്ടേ, ഓരോ ഫ്രണ്ട്സിനും നമ്മുടെ ജീവിതത്തിൽ അവരുടെ കടന്നുവരവും അവരുടെ തിരിച്ചു പോക്കും ഒക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ആംബിയൻസ് ആയിരിക്കും അല്ലേ. ഞാനിങ്ങനെ പലപ്പോഴും ഇങ്ങനെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്ന ഫ്രണ്ട്സും ഒക്കെ. ഇപ്പം പ്രത്യേകിച്ച് നേഴ്സിങ്ങിനൊക്കെ പഠിച്ച ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ ആ ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഇപ്പോഴും മനസ്സിലുണ്ട് കേട്ടോ. നമ്മുടെ ക്ലാസ്സിലെ ആൽഫബറ്റ്സിൻ്റെ ഓർഡറിലായിരുന്നു ഇരിക്കുന്നത്. അവരുടെ ഇനീഷ്യൽ ഉൾപ്പെടെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആ പേരുകൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ റിവൈൻഡ് ചെയ്യും കേട്ടോ. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെ മുഖങ്ങൾ, അവരുടെ ചില പർട്ടിക്കുലറായിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും മെമ്മറീസ് ഒക്കെ ഇങ്ങനെ വരും കേട്ടോ. അതൊക്കെ ഒരു ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ളൊരു മെമ്മറിയാണ്. തിരിച്ച് ബാക്ക് ടു +2 പോയി കഴിഞ്ഞാൽ അതും ഓർക്കുന്നുണ്ട്. ഒന്നും കൂടെ ബാക്ക് SSLCയിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര ഓർമ്മയില്ല. പക്ഷേ കുറേ നല്ല ഫ്രണ്ട്സൊക്കെ ആ സമയത്തൊക്കെ ഉണ്ട്. ഒരുപാട് പേര് ഇപ്പോഴും കോൺടാക്റ്റ് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഹൈസ്കൂൾ, UP സ്കൂൾ അങ്ങനെയെല്ലാം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ കുറച്ച് ആൾക്കാരുമായിട്ട് കോൺടാക്ട്സ് ഉണ്ട്. ഒരുപാട് ആൾക്കാരും നമ്മൾ കോൺടാക്ട്സ് ഇല്ല, പലരെയൊക്കെ മറന്നു പോയിട്ടൊക്കെ ഉണ്ട്. അതിൽ ചിലവരുടെ ഒന്നും പേരുകൾ നമുക്ക് ഓർമ്മ ഉണ്ടാവത്തില്ല, പേരുകൾ ഓർമ്മയുള്ളവരുടെ മുഖങ്ങൾ ഓർമ്മ ഉണ്ടാവത്തില്ല. ചില ആൾക്കാരെ നമുക്ക് വ്യക്തമായിട്ട് ഓർമ്മ കാണും, എപ്പോഴും കോൺടാക്റ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് വരുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഏറ്റവും ചെറിയ കാലഘട്ടങ്ങളിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും നിഷ്കളങ്കമായിരുന്നു അല്ലേ. എൻ്റെ കുഞ്ഞുനാളിലെ സമയത്തെ ഫ്രണ്ട്സിനെ കുറിച്ച് ഓർത്ത് കഴിയുമ്പോൾ എനിക്ക് 2 പേരെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതിലൊന്ന് ശില്പ. ഞാൻ അവളെക്കുറിച്ച് പല സ്ഥലങ്ങളിലും എഴുതിയിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അവൾ ഇന്നില്ല. ഞങ്ങളൊരു നേഴ്സിംഗൊക്കെ പഠിക്കുന്ന സമയമായി കഴിയുമ്പോഴത്തേനും അവൾ ക്യാൻസറായിരുന്നു, അവൾ മരിച്ചുപോയി. എൻ്റെ ആദ്യത്തെ ഫ്രണ്ടാണ്, എൻ്റെ ഓർമ്മയിലുള്ള ആദ്യത്തെ ഫ്രണ്ടാണ് കേട്ടോ ശില്പ. എൻ്റെ കുഞ്ഞുനാളിലെ മെമ്മറികൾ മൊത്തം അവളുടെ പ്രസൻസ് ഉണ്ട്. അവളുമായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ് എൻ്റെ കുഞ്ഞുനാളിലെ മെമ്മറികൾ മുഴുവൻ. എപ്പോഴും നമ്മൾ ഒന്നിച്ചായിരുന്നു, നമ്മുടെ വീടടുത്തായിരുന്നു. പല സ്റ്റോറികളിലൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അവളെക്കുറിച്ച് എനിക്ക് എഴുതിയാലും പറഞ്ഞാലും തീർത്തത്തില്ലാത്ത അത്രയും ഒരുപാട് മെമ്മറികളുണ്ട്. അവളുടെ ഫ്രണ്ട്ഷിപ്പ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവളുടെ ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് എന്താ പറയണ്ടേ, ഒരുപാട് മെമ്മറീസും ഒരുപാട് സ്വീറ്റ്നെസ്സും ഉണ്ട്. ഐ മിസ് യു. ഞാൻ ശില്പേനെ മിക്കവാറും സ്വപ്നം കാണാറുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ മമ്മീനെ സ്വപ്നം കാണുന്നതിനേക്കാൾ കൂടുതൽ ശില്പേനെ സ്വപ്നം കാണാറുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് കുഞ്ഞുനാളിൽ നടന്ന വഴികളും അവളുടെ വീട്, എൻ്റെ വീട്, അന്നലത്തെ കളികൾ, അങ്ങനെയൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ അവളെ കാണാറുണ്ട് കേട്ടോ. ശില്പയുടെ അമ്മയോട് ഞാൻ ഇപ്പോഴും സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ശില്പയ്ക്ക് മാത്രം പ്രായമായിട്ടില്ല,
നമ്മുടെ മനസ്സിൽ എപ്പോഴും അന്നത്തെ അവളൊരു 16-17 വയസ്സിലുള്ള ശില്പയാണ് ഇപ്പോഴും മനസ്സിലുള്ളത്. ഒരു വലിയ കാര്യമില്ലേ, നമ്മുടെ ഓർമ്മകളിൽ അവളെന്നും ആ ഒരു നല്ല മുഖത്തോടെ നല്ലതായിട്ട് ചിരിച്ച് നല്ല ഒരു പ്രസൻസോടെ അവളുടെ എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയിലുണ്ട്. പിന്നെ അടുത്ത ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീതു. അവൾ എൻ്റെ 2ാം ക്ലാസ് മുതൽ എൻ്റെ കൂടെ കൂടിയ ആളാണ് കേട്ടോ. നമ്മൾ ഡാൻസ് ക്ലാസ്സിലും സ്കൂളിലും കാറ്റഗിസം ക്ലാസ്സിലും എന്താ പറയണ്ടേ ക്വയറിലും ഒക്കെ ഒന്നിച്ചുണ്ടായിരുന്നു. ഇപ്പോൾ അവൾ കുവൈറ്റിലാണ്, 2 മക്കളൊക്കെ ആയിട്ട് അവൾ സെറ്റിലാണ്. അപ്പോൾ അവളെക്കുറിച്ച് പറയാനുണ്ടല്ലോ, ഇപ്പോഴും നമ്മളിപ്പോൾ 2ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു 6 വയസ്സ് 7 വയസ്സൊക്കെ അല്ലേ ഉള്ളൂ. ആ ഒരു പ്രായത്തിൽ തുടങ്ങിയ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും അതുപോലെ തന്നെ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ ഇന്നത്തെ കാലത്തെ അതൊരു വലിയ കാര്യമാണ്. 10-30 വർഷത്തിന് മുകളിലായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മുടെ കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ. എനിക്കതിനകത്ത് ഭയങ്കര പ്രൗഡാണ് കേട്ടോ. എന്താ പറയുക, ഞങ്ങൾ പക്ഷേ വിളിക്കുമോ എപ്പോഴും മെസ്സേജ് അയക്കുമോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ 100% ഉറപ്പാണ്, എൻ്റെ ജീവിതത്തിലൊരു സന്തോഷം ഉണ്ടായാലും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലൊരു ഉയർച്ച ഉണ്ടായാലും ഞാൻ സന്തോഷിക്കുന്നത് പോലെ അവളും സന്തോഷിക്കും. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അവളോട് ഷെയർ ചെയ്യുക, അവളുടെ എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യുക, അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. പക്ഷേ ദർ ഈസ് എ ബോണ്ട്, അതിനകത്ത് എന്തോ ഒരു നല്ലൊരു ബോണ്ടുണ്ട് കേട്ടോ. അവളുടെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ, അവൾക്ക് എല്ലാ കാര്യങ്ങളും ഭയങ്കര ഓർമ്മയാണ് കേട്ടോ. കഴിഞ്ഞ നാളിലെ മുതൽ 2ാം ക്ലാസ്സിലെയും 3ാം ക്ലാസ്സിലെയും 4ാം ക്ലാസ്സിലൊക്കെ അവൾ എണ്ണി ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ സൂക്ഷിക്കും. അത് നമ്മളോട് ഇങ്ങനെ പറയും. അപ്പം നമ്മളെ കൂടെ അത് ചെറിയഷ് ചെയ്യും കേട്ടോ. ആ പഴയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്കും ഭയങ്കര സന്തോഷമാണ് അത് കേൾക്കാനായിട്ട്. ഇതുപോലെ പഴയ കാര്യങ്ങൾ ഓർത്ത് വെക്കുകയും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുകയും പഴയ ആളുകളെയും നമ്മൾ ജനിച്ച് വളർന്ന ആ ഗ്രാമത്തെയും അല്ലെങ്കിൽ നമ്മൾ കളിച്ച് വളർന്ന സ്കൂളും പള്ളിയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇതുപോലെ ഓർമ്മയിൽ സൂക്ഷിച്ച് വെക്കുന്ന വേറെ ഒരാളെ എനിക്കറിയത്തില്ല കേട്ടോ. അവൾ ആ കാര്യത്തിൽ ഭയങ്കര മിടുക്കിയാണ്. എനിക്ക് ആ കാര്യത്തിൽ അവളോട് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. കാരണം അവളിപ്പം ജോലിയൊക്കെ ആയി മക്കളൊക്കെ ആയി കുവൈറ്റിൽ സെറ്റിലായി. പക്ഷെ എന്നാലും ആ വന്ന വഴി മറക്കാതെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളെയും നമ്മൾ ജനിച്ച് വളർന്ന ആ ഒരു കുഞ്ഞു ഗ്രാമത്തെയും ഒന്നും മറന്നു പോകാതെ അതൊക്കെ ഇപ്പോഴും അതുപോലെ അത്രയേറെ സ്നേഹിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു നല്ല മൈൻഡല്ലേ. നമ്മളിപ്പം നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു പുതിയ വീട് മേടിച്ചാൽ അല്ലെങ്കിൽ ഒരു പുതിയ വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ മറക്കുന്ന ആളുകളുടെ ഇടയ്ക്കാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ഇടയ്ക്ക് ഇങ്ങനത്തെ ആളുകളൊക്കെ ജമ്മാണല്ലേ. പഴയ അവൾക്ക് എപ്പോഴും ഞാൻ ഓർക്കും, എല്ലാവരും ആ നാട്ടിലുള്ള സകല ആൾക്കാരുമായിട്ട് അവൾക്ക് ഇപ്പോഴും കണക്ഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും നല്ലൊരു സോളാണ് കേട്ടോ. ഈ ഇടയ്ക്ക് പറയുമായിരുന്നു, ഞാനും എൻ്റെ അനിയനും തമ്മിൽ 10 വയസ്സിന് വ്യത്യാസമുണ്ട്. അപ്പം എൻ്റെ വീട്ടിൽ മാത്രമേ അന്ന് കൊച്ചുള്ളൂ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞു പിള്ളേരെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കൊതി കൊണ്ട് എൻ്റെ വീട്ടിൽ വരും കേട്ടോ എപ്പോഴും. അപ്പോൾ അവൾ പറയുമായിരുന്നു, എൻ്റെ വീടും അവളുടെ വീടും തമ്മിൽ ഒരു 10-45 മിനിറ്റോളം വ്യത്യാസമുണ്ട്. അന്നത്തെ കാലത്ത് ഇങ്ങനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയൊന്നുമില്ല, നടന്നു വേണം പോകാനും വരാനും ഒക്കെ. അപ്പോൾ അവൾ പറയുന്നത്, എടി ഉണ്ണിക്കുട്ടിനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കൊതി കൊണ്ട് മാത്രമാണ് ഞാൻ അത്രയും നടന്ന് അവിടം വരെ വന്നുകൊണ്ടിരുന്നത്. അതൊക്കെ ഇപ്പോഴും ഓർക്കുവാന്ന്. അപ്പം അത്രയും ഒരു കുഞ്ഞു കാര്യം പോലും അങ്ങനെ ഓർത്ത് വെക്കുകയും അത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ചാറ്റുകളിൽ കൂടുതലും ഇങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ ഷെയർ ചെയ്യുന്നു വെച്ചിട്ട് പണ്ടത്തെ ഓർമ്മകളാണ് കേട്ടോ. അത് ചിലപ്പോൾ നമ്മൾ മെൻ്റലി ഇച്ചിരി ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ദിവസമായിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു മെസ്സേജ് കിട്ടിക്കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചെറിയൊരു സ്പാർക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമ്മളുണ്ടല്ലോ ശരിക്കും നമ്മൾ റിഫ്രഷ്ഡ് ആവുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറേ ആ പഴയ കാലത്തോട്ട് പോകും. അന്നത്തെ കുഞ്ഞു കാര്യങ്ങളും നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളും ആ ഒരു ജീവിതമൊക്കെ ഓർത്ത് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് ഹാപ്പിയാവും, ഭയങ്കര ഒരു പോസിറ്റിവിറ്റി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരൊന്നും വേണ്ട. ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, നമുക്ക് നിറയെ നമ്മുടെ ചുറ്റുപാടും നിറയെ ആൾക്കാർ, ഒരുപാട് ഫ്രണ്ട്സ് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. എപ്പോഴും എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്ന ഫ്രണ്ട്സ് എല്ലാവരും തിരിച്ചും അങ്ങനെ തന്നെയായിരിക്കും. അവരും നല്ല ആത്മാർത്ഥതകൾ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെയാണ് ലൈഫ്, അങ്ങനെയൊക്കെ ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതല്ല. നെഗറ്റീവ് എനർജി തരുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് നെഗറ്റിവിറ്റി മാത്രം തരുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് സമാധാനക്കേടുണ്ടാക്കുന്ന ഒരു 100 പേര് നമ്മുടെ ചുറ്റും ഉണ്ടാകുന്നതിനേക്കാൾ നല്ലതല്ലേ ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന, നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു തരുന്ന ഒരാൾ നമ്മുടെ ജീവിതത്തിലുള്ളത്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് അല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരാൾ മതി. നമുക്ക് ഒത്തിരി പേരൊന്നും വേണ്ട ജീവിക്കാൻ. ആ ഒരു റിയലൈസേഷൻ അതൊരു വലിയ ഒരു ഫാക്റ്റാണ് ലൈഫിൽ. അപ്പോൾ നമുക്കങ്ങനെ ജീവിതത്തിൽ എന്താ പറയണ്ടേ, നല്ല നമുക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഇത്രയും കാലത്തിനിടയ്ക്ക് എവിടെയെങ്കിലും നമുക്ക് അങ്ങനെ
ഒരാളെ കാണും, ഒരാളല്ല 2 പേര് കാണും നമുക്ക് നമ്മുടെ നന്മയിൽ സന്തോഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പരാജയത്തിലും നമ്മുടെ എന്താ പറയുക നമ്മുടെ ബുദ്ധിമുട്ടുകളിലും വിഷമിക്കുന്ന, ആത്മാർത്ഥമായിട്ട് വിഷമിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പം അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന, മനസ്സറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന, അങ്ങനെയൊക്കെയുള്ള 1-2 പേര് അവർ മതി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വീണ് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടല്ലോ, വലിയ കഥകളൊന്നുമില്ല, പക്ഷെ നമുക്ക് ചെറിയൊരു മെസ്സേജ് ആവട്ടെ, ചെറിയൊരു നല്ല മെമ്മറി ആവട്ടെ, നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഒരു നമ്മൾ ചെറിയ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഉള്ള ഒരു കുഞ്ഞു കാര്യം മതി നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസത്തിനെ പോസിറ്റീവാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഒരു മൂഡിനെ മാറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമുക്ക് പ്രോത്സാഹനം തരുന്ന ആൾക്കാർ നമ്മളൊപ്പം ഉണ്ട് എന്ന് ഉള്ള ഒരു ചിന്ത, അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രേരണയാണ്. അപ്പോൾ അതൊക്കെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ചിലപ്പോൾ നമുക്ക് തോന്നാം ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു കുഞ്ഞു കാര്യം ഒരാൾ പറയുന്നു, അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല, പക്ഷേ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കാരണം അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകളെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാലത്തിലോട്ട് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു 5 സെക്കൻഡ്സ് അല്ല 10 സെക്കൻഡ്സ് ഉള്ള ഒരു വോയിസ് മെസ്സേജ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരാളുടെ ഒരു സംസാരം, അല്ലെങ്കിൽ ഒരാളുടെ ഒരു പിക്ചർ കാണുമ്പോൾ, ഇതൊക്കെ നമ്മളെ നമുക്ക് നല്ല ഒരു മൂമെൻറ്റിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ, അത് ചെറുതാണെങ്കിലും ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിലെ നല്ല നല്ല ആളുകളെ നമ്മുടെ ജീവിതത്തിലോട് ചേർത്ത് നിർത്താം, നമ്മുടെ ജീവിതത്തിലെ നല്ല നല്ല മൊമെൻറ്റ്സിനെ നമുക്ക് ചേർത്ത് നിർത്താം, നമ്മുടെ ഗുഡ് ഫ്രണ്ട്സിനെയും ഗുഡ് മെമ്മറീസിനെയും കൂടെ തന്നെ നിർത്തുക. താങ്ക് യു.